പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു പാട്ട് പാടുവാനായി എത്തുന്നത് സുറുമിയാണ്. സുറുമിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി വിട്ട് കടുചാട്ടമട്ടം ഉഷരത്തിനെ ഒറ്റ വെട്ട് കൊടുന്തിട്ടും പറ്റി ഹജ കട്ടില ചെടിയുമറ്റതായി കൂടും കീറും ഇടക്കേടം തീറും എട കൂടി പാണി മുറിയായതായി ഉറ്റ സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി വിട്ട് കടുചാട്ടമട്ടം ഉഷരത്തിനെ വെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടില ചെടിയുമറ്റതാ കൂടും കീറും ഇടക്കേടം തീറും എട കൂടി പാണി മുറിയായതാ സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി വിട്ട് കടുചാട്ടമട്ടം ഉഷരത്തിനെ ഒറ്റ വെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടിലച്ച് മറ്റതാ കൂടും കീറും ഇടക്കേടം തീറും എട കൂടി പാണി മുറിയായതാ വാളും ഇളകിട്ട് പാഞ്ഞും നടുത്തിട്ടു മാറ്റി അവർ വെട്ടലായി കാട്ടും നീട്ടി ചിറച്ചോട്ടിൽ ചാട്ട് തൊയിൽ കൂട്ടി പാട്ടി അവർ തട്ടലായി ആണ്ട നേരം ഇവ കണ്ട് കുഞ്ഞഹമതെണ്ട് തോളർകളവാടിയേ ആരവീര നരീറ പോൽ അവർ സൂര്യൂരിയിട ചാടിയേ മണ്ട ഊര വര കണ്ട് തോൾ ഉരളി ചൊണ്ട് കത്തി കൊടുച്ചേറിയേ മച്ചിലച്ചനും വിളിച്ചടച്ച് കറുവെച്ച മെച്ച മണമേറ്റിയേ സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി
ചാടി കടുപ്പത്തിലേ ഊറ്റമൂറ്റ പുലി മാട്ടി വിട്ട് കടുചാട്ടമട്ട മുഷരത്തിലേ ഒറ്റപ്പെട്ട് കൊടും തെറ്റും പറ്റി ഹജർ കട്ടില ചെടിയും മറ്റതാൻ കൂടും കീറും ഇടക്കേറും തീറയടെ കൂടി പാടി മുറിയായടാ ഉറ്റുസാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിലേ ഊറ്റമൂറ്റ പുലി മാട്ടി വിട്ട് കടുചാട്ടമട്ട മുഷരത്തിലേ ഒറ്റപ്പെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടില ചെടിയും മറ്റതാൻ കൂടും കീറും ഇടക്കേടും തീറും എടെ കൂടി പാടി മുറിയായതാ. സുറുമി എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പടപ്പാട്ട് പാടണമെങ്കിൽ നല്ലൊരു നാവിന് നല്ല വഴക്കം വേണം തോന്നുന്നു. കാരണം ഒരു അക്ഷരം എന്താ പറയാ കടിച്ചാ പൊട്ടുന്നില്ല. അതെ അതെ, എങ്ങനെ പാടി? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കെതച്ചു പാടി അങ്ങ് തീർത്തു. എങ്ങനെയല്ലേ പാടുന്നത്? അതെ അതെ. എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഈ പാട്ടിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? വിദ്യാധരൻ മാസ്റ്റർ. സുറുമി നന്നായി പാടി. പിന്നെ ആണുങ്ങൾ പാടേണ്ടതാണത്, അത്രേ ഉള്ളൂ. ഒരു ആണ് പാടുകയാണെങ്കിൽ അതിന്റെ ഈ മാറ്റർ പറയുന്ന കാര്യങ്ങളുടെ ഉഷറുണ്ടല്ലോ, അതിന്റെ ഗൗരവം, ആ ഗൗരവം വരുമായിരുന്നു. മോള് പാടുമ്പോ സോഫ്റ്റായി അത് പാടി, അവസാന ഭാഗം വരുമ്പോ കുറച്ചും കൂടി ഒരു വീര്യം വന്നു. അത് തുടർച്ചയായി പാട്ട് തീരുവോളം അത് തന്നെ വരണം. പറയുന്ന കാര്യങ്ങള് അത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു ചടുലതയും അതിന്റെ ഒരു സ്പീഡും ആ ഭാവത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് മൊത്തം വളരെ നന്നായിരുന്നു. ഓക്കെ. അഭിയംകുട്ടി സർ. മലപ്പുറം പടപ്പാട്ടിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഈശ്വര ഇത്. വളരെ പാടി ഫലിപ്പിക്കാൻ വളരെ പ്രയാസമായ ആ ഒരു ഈശ്വൽ തെരഞ്ഞെടുത്ത് ആദ്യമായി സുറുമിയെ അഭിനന്ദിക്കുകയാണ്. തെറ്റില്ലാതെ പാടി, നന്നായി തന്നെ പാടി എന്ന് പറയാം. മാം. Hello, Surmai. It was a very, very good presentation. First of all, the different type of rhythms and the synchronization was very good. You described each and every word very nicely. So that is a very good point and good presentation. Thank you. ഫൈസൽ സർ. മോയിൻകുട്ടി വൈദ്യരുടെ ഈ മലപ്പുറം പടപ്പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ മദർ പടപ്പാട്ടിനെക്കാളിലും ഒരു വെറൈറ്റി ഇശലുകൾ വന്ന ഒരു കൃതിയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കൃതിയിലെ പാട്ട് തിരഞ്ഞെടുത്തു എന്ന രൂപത്തിൽ സുറുമിക്ക് അഭിമാനിക്കാം. നന്നായി പാടിയിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ. മുരളിയേട്ടാ. മോയിൻകുട്ടി വൈദ്യർ കളരി അഭ്യസിച്ചിരുന്നു എനിക്ക് സംശയമുണ്ട് ഇപ്പയില്. മാത്രമല്ല വളരെ ഒരു കളരിക്കാരന്റെ ഒരു ഗുരുക്കളുടെ മെയ്വഴക്കത്തോടുകൂടി സുറുമി പാട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മെയ്വഴക്കത്തോടുകൂടി മാറുകയും ചെയ്തു അല്ലെ? ഏതായാലും സുറുമിയും നല്ല കളരിക്കാരിയെ പോലെ ഇന്ന് വളരെ മെയ്വഴക്കത്തോടുകൂടി ഒഴിഞ്ഞു മാറി കൃത്യമായി ഭംഗിയായി പാടിയിട്ടുണ്ട്. വളരെ അഭിനന്ദനങ്ങൾ. താങ്ക് യു പാനൽ.